അവളെന്തിനാ ഏട്ടന്റെ ഡ്രസ്സിട്ട് വീടിനകത്ത് നടക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ വേദേ, ഇന്നലെ ആന്റി ഒരു കാര്യം തീരുമാനിച്ചു. ഇന്ന് രാവിലെ അത് നടപ്പാക്കാൻ ആലോചിച്ചു. പക്ഷേ അതിനു മുമ്പേ ദേ അളിയന്റെ മറുപടി വന്നു. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇത് കരുതിക്കൂട്ടി തന്നെയാ. എന്തായിരിക്കും ഇതിന്റെ പുറകില്? അവൾക്ക് എങ്ങനെ ഇത്ര ധൈര്യം നമ്മുടെ മുൻപിലൂടെ പോവാൻ? അവളുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് ഒരു ഷർട്ട് ഇട്ടു എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അത് അവള് ചെയ്തു എന്നതാ കാര്യം. വിജയേട്ടൻ പറഞ്ഞ പോലെ എന്തോ ഒരു പ്ലാനിങ് ഇതിന് പുറകിലുണ്ട്. എന്ത് പ്ലാനിങ്ങാ രാജേട്ടാ? രാജേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? മോളെ, സൂര്യ സാറ് മോളെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിച്ച അതിൽ കൃത്യമായ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതേ ഇന്നലെ രാത്രി ഞാൻ എടുത്തിട്ടതാ. ഇന്ന് രാവിലെ ആയപ്പോ സാറിന് ഭയങ്കര നിർബന്ധം ഞാൻ ഇത് തന്നെ ഇട്ട് നടക്കണമെന്ന്. എനിക്കാണെങ്കിൽ അവര് മുന്നിലൂടെ വന്നപ്പോ നാണക്കേട് തോന്നിയിട്ട്. നാണക്കേട് തോന്നേണ്ട കാര്യം എന്താ? അവര് രണ്ടുപേരും ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മോക്ക് കടന്നാൽ എന്താ കുഴപ്പം? മോളെ, ഞാൻ ഒരു കാര്യം പറയാം. സൂര്യ സാറ് മോളുടെ ഭർത്താവാണ്. മോൾ ഇങ്ങനെ നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ച് ഒരു ഫാഷനായിട്ട് കൂടി നടക്കുന്നത് സാറിന് ഇഷ്ടമാണെങ്കിൽ സാറ് പറഞ്ഞോട്ടെ, മോളത് ചെയ്യണം. എന്ത് ഇനിയും കുറെ ഫാഷൻ ഡ്രസ്സുകൾ ഇടാനോ? പിന്നല്ലാതെ എന്റെ മോളെ മനുഷ്യർക്ക് ഒരൊറ്റ ജന്മേ ഉള്ളൂ. എന്തിടണമെങ്കിലും ഈ ജന്മത്തിൽ അങ്ങിട്ടോളണം. മോൾ ഒരാളെ നോക്കണ്ട. ഈ വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഓരോരോ ഡ്രസ്സുകളൊക്കെ ഇടണം കണ്ടിട്ടില്ലേ? ഒന്നുകിൽ അത് സാറിനോട് മേടിച്ചു തരാൻ പറയാം, അല്ലെങ്കിൽ സാറ് പറയുമ്പോ അതങ്ങ് മോളിട്ടോളണം. ഏത് ഡ്രസ്? പല വീട്ടിലെയും പെൺകുട്ടികളെ ഇത്രയല്ല ട്രൗസറൊക്കെ ഇട്ടാ നടക്കുന്ന വീട്ടില്. എന്നാ മോളും നടന്നോ? രാജേട്ടാ, കൈ കിട്ടുന്ന വെച്ച് ഞാൻ അറിഞ്ഞു തരുവേ. ഞാൻ അങ്ങനെ എന്തേലും ഇടണം. എന്നെ ആ കോലത്തിൽ എന്റെ നാട്ടിലുള്ള ആരെങ്കിലും വന്ന് കാണുകയും വേണം. എന്നാ തീർന്നു. അല്ല, എന്തിനാ നാട്ടിലുള്ള ആരെങ്കിലും കാണുന്നേ? എന്റെ വീട്ടിലുള്ള ആരെങ്കിലും കണ്ടാ മതിയല്ലോ. ഈ പരിഷ്കാരം വരുമ്പോഴേ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. രാജേട്ടനെ ഒരു ദിവസം നേരം വെളുക്കുമ്പോ ഈ വീടിനകത്തോടി ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റോ? അങ്ങനെ പറ്റൂന്നൊക്കെ ചോദിച്ചാ പറ്റില്ലല്ലോ. ഓ, എന്നിട്ട് ഉപദേശത്തിന് വല്ല കുറവുണ്ടോ? എന്റെ രാജേട്ടാ, ഇന്നേ സാർ അത്രയ്ക്ക് കാര്യമായിട്ട് പറഞ്ഞതുകൊണ്ടാ. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ പത്മ മാഡം വരും, യതീന്ദ്രൻ സാറും വരും. എല്ലാവരുടെ മുന്നിൽ ഞാൻ ഇതോട്ട് അവര് വരുമ്പോ ചായക്ക് രാജേട്ടൻ തന്നെ കൊണ്ടുപോയി കൊടുത്താ മതി കേട്ടോ. എന്നിട്ട് മോള് ഒളിച്ചു നിന്നിട്ട് എന്ത് സംഭവിക്കാനാ? അടുത്ത നിമിഷം തന്നെ സൂര്യ സാറിന്റെ വിളി വരും, നന്ദിനി എന്നുള്ള വിളി. എന്നിട്ട് ഇതേ വേഷത്തിൽ തന്നെ അവരുടെ മുമ്പ് ഇങ്ങനെ നിൽക്കേണ്ടിയും വരും. എന്തോ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എനിക്കതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. എന്തൊക്കെയായിരുന്നാലും ശരി, ഈ കുടുംബത്തിലെ എന്നും രാവിലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് വലിയൊരു അത്ഭുതമൊന്നും അല്ല. ഓ, അറിയാം.